Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kotti. The last class we discussed unit costing problem. In this problem we discussed how to calculate the value of closing stock of finished goods. Today we are going to discuss another problem like unit costing. In this problem we calculate number of units produced, then value of closing stock of finished goods, then per unit cost of sales, that means total cost, per unit total cost. In this question we will discuss how to calculate number of units produced during the year, then value of closing stock of finished goods, etc. Today's problem is this. From the following particulars relating to a production and sales for the year ended 31st December 2014, prepare a statement of production cost and cost of goods sold showing the cost per unit. Also prepare costing profit and loss account. Raw materials as on 1/1/2014 rupees 25,000. Work in progress as on 1/1/2014 36,000. Finished goods as on 1/1/2014 bracket 8,000 unit at cost rupees 1,44,000. Raw materials purchased rupees 2 lakh. Factory wages rupees 2,70,000. Factory expenses rupees 1,44,000. Administration expenses rupees 90,000. Selling expenses rupees 54,000. Distribution expenses rupees 36,000. Sale proceeds of finished goods bracket 30,000 units rupees 9 lakh. Raw materials as on 31st December 2014 45,000 rupees. Work in progress as on 31st December 14 54,000. Finished goods as on 31st December 2014 10,000 units at cost. Start cost sheet for the year ended 31st December 2014. Components of cost, number of units, total per unit. Component item or components of cost or element of cost. Okay, item, number of units, total per unit. Number of units okay, how to calculate number of units produced, how to calculate number of units produced. Information direct question. Okay, number of units sold 30,000. എത്ര യൂണിറ്റ് വിറ്റെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 30,000 യൂണിറ്റ്സ് ഉണ്ട് വിറ്റതായിട്ട് പറയുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഈ വർഷം നമ്മൾ വിൽക്കാതെ ബാക്കി വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 10,000. അപ്പൊ മൊത്തം എത്രയായി? 30 വിറ്റു 10 ബാലൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി? 40,000 യൂണിറ്റ്സ് ആയി അല്ലേ? 40,000 യൂണിറ്റ്സും ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തതാണോ? അല്ല. കാരണം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 8,000 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 8,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ടോട്ടൽ 40,000 8,000 ലാസ്റ്റ് ഇയറിലെ ആണ് എങ്കിൽ കറണ്ട് ഇയറിലെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്ര ആയിരിക്കും? 32,000 ആയിരിക്കും. കറണ്ട് ഇയറിലെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്ര ആയിരിക്കും? 32,000 യൂണിറ്റ്സ്. ക്ലിയർ ആയോ എങ്ങനെയാണെന്ന് ഒന്നും കൂടെ മിസ് പറയാം. ഈ വർഷം വിറ്റത് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് 30,000. ഈ വർഷം വിൽക്കാതെ ബാക്കി വന്നത് എന്താണ്? കോസ്റ്റിംഗ് ബാലൻസ് ഓഫ് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. എത്രയാണ്? 10,000. അപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു? 40,000 യൂണിറ്റ്സ് കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതല്ലേ 30 വിറ്റു 10 കൈവശമുണ്ട്. ഓക്കെ, ഇനി അത് 40,000 യൂണിറ്റ് കൈവശം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ എത്ര യൂണിറ്റ് നമ്മുടെ കൈവശം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 8,000 യൂണിറ്റ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 8,000 ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 40,000 മൈനസ് 8,000 32,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തത്. ക്ലിയർ ആണോ? 32,000 യൂണിറ്റ്സ് നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, നമ്മൾ 32,000 എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചു? നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് എന്ന് പറയുന്നത് 32,000 യൂണിറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് ഷീറ്റിന്റെ ഫ്രണ്ടിലായിട്ട് എഴുതി യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 32,000 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നോക്കാം. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, then purchases 2 lakh, closing stock of raw material 45,000. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, then closing stock മൈനസ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആയിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആയിരിക്കും. എത്രയാണ്? 1,80,000. Okay, 1,80,000 divided by 32,000.
അത് പെർ യൂണിറ്റ് കോളത്തിൽ എഴുതുക. എത്രയാണ്? 1,80,000 ഡിവൈഡഡ് ബൈ 32,000 നമ്മൾ പെർ യൂണിറ്റ് കോളത്തിൽ എഴുതുക. Then direct labor amount given in question 2,70,000 divided by 32,000 per unit. Okay. Then total of direct material consumed, direct labor is prime cost. Total of direct material consumed and direct labor is prime cost 4,50,000 per unit. Prime cost എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4,50,000 divided by 32,000. 4,50,000 divided by 32,000 ആയിരിക്കും എന്തെന്ന് പറയുക ഇവിടെ per unit എന്ന് പറയുക. Okay. Then prime cost 4,50,000 per unit 14.062. Okay. Then add factory overheads. 1,44,000 is the factory overhead per unit. 1,44,000 divided by 32,000 4.5. Okay. Then add opening work in progress less closing work in progress. Opening work in progress 36,000 per unit. 36,000 divided by 32,000 1.125. Then closing work in progress 54,000 and 54,000 divided by 32,000 എത്രയാണ്? 1.687. അപ്പം ക്ലോസിംഗ് മാത്രം മൈനസ് ചെയ്യുക, ബാക്കിയെല്ലാം ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് 5,76,000. 5,76,000 per unit. 5,76,000 divided by 32,000. The result per unit 18 per unit. 18 rupees 18 per unit. Work cost 5,76,000 per unit 18. Okay, 18 per unit. Add the administration overhead 90,000. 90,000 divided by 32,000 per unit 2.812. 90,000 divided by total units produced 32,000 ആണ്. 32,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.812. Okay. Then ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. നമുക്കറിയാം ഈ കറണ്ട് പീരീഡിൽ നമ്മൾ ടോട്ടൽ സെയിൽസ് നടത്തിയത് എത്രയാണ്? 32,000 യൂണിറ്റ് ആണ്. 32 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതാണ് നമ്മൾ എഴുതിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. 32,000 യൂണിറ്റ് ആണ്. 6,60,000 is the total cost of production. Per unit cost of production 20.8125. Cost of production എത്രയാണ്? Per unit 20.8125 ആണ്. Okay. Then add opening stock of finished goods. Amount given questionൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 8,000 യൂണിറ്റ് ആണ്. 1,44,000 ആണ് ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യുക. Then less closing stock of finished goods എന്ന് പറയുമ്പോൾ 10,000 യൂണിറ്റ് ആണ് closing stock of finished goods. And the value എന്ന് പറയുന്നത് 10,000 into cost of production per unit. Cost of production per unit 20.812. അപ്പോൾ 2,08,125. അത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യേണ്ടത് ലെസ് എന്ന് ഇവിടെ കൊടുത്തേക്കല്ലേ. ഓക്കെ, ലെസ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് മിസ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടത്. അപ്പൊ നമ്മളിത് ആഡ് ചെയ്ത് ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 30,000 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 30,000 കിട്ടും. ടോട്ടൽ എന്ന് പറയുന്നത് 6,01,875 കിട്ടും. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതേ ഡിവൈഡഡ് ബൈ ഇതാണ് 20.0625 ആണ്. 20.0625 ആണ്. ഓക്കെ, ദെൻ ആഡ് സെല്ലിംഗ് ഓവർഹെഡ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇവിടെ സെപ്പറേറ്റ് വന്നിരിക്കുകയാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. സെല്ലിംഗ് ഓവർഹെഡ് 54,000 ആണ്. 54,000 ഡിവൈഡ് ബൈ 32,000. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 32,000 ആണ്. അപ്പം പെർ യൂണിറ്റ് 1.8 കിട്ടും. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 36,000 ആണ്. 36,000 ടോട്ടൽ. 36,000 ഡിവൈഡഡ് ബൈ ഇവിടെ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. 54,000 ഡിവൈഡ് ബൈ 30,000 ആണ്. പെർ യൂണിറ്റ് 1.8 കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 36,000 ഡിവൈഡ് ബൈ 30,000 1.2. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് 6,91,875. പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 23.06 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90,000 ആണ്. 90,000 ഡിവൈഡ് ബൈ 30,000 3. 1.8 പ്ലസ് 1.2 3. അപ്പോൾ 23.06. ഓക്കെ, ദെൻ സെയിൽ ഫിഗർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 9 lakh ആണ്. അപ്പോൾ 30,000 യൂണിറ്റ് ആണ് വിറ്റത്. അപ്പോൾ 9 lakh നമുക്ക് എമൗണ്ട് കിട്ടിയെങ്കിൽ പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 30 ആണ്. 30 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുക പ്രോഫിറ്റ്. അപ്പം ദ പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. 9 lakh minus 6,91,875. The profit is 2,08,125. Per unit profit is 6.94. 30 minus
23.06 ആണ്. അപ്പം 6.94 ആയിരിക്കും എന്തെന്ന് പറയുക, പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുക. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് പഠിക്കുക, പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കുക.